നീറ്റ് പരീക്ഷ നടത്തുന്ന NTA കഴിവിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. 2024 ഇതുപോലെ തന്നെ റദ്ദ് ചെയ്യണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് സുപ്രീം കോടതി വരെ കേസ് നടത്തി കുട്ടികൾ പരാജയപ്പെട്ടു. നോക്കൂ, ഏതാണ്ട് 20 ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ത്യയിലാകമാനം വർഷങ്ങളോളം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവരുടെ ഒരു വലിയ മോഹമാണ് ഒരു ഡോക്ടറാവുക എന്നുള്ളത്. അതിനുവേണ്ടി NTA നടത്തുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. അതെല്ലാ വർഷവും മെയ് മാസം ആദ്യത്തെ വാരം നടത്തും. അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഈ ചോദ്യപേപ്പർ ചോരുന്നുണ്ട് എന്നുള്ള ഒരാക്ഷേപം. 2024 ഏതാണ്ട് 720 മാർക്കും വാങ്ങിയ 10-20 കുട്ടികളുണ്ടായിരുന്നു. അന്ന് റാങ്കൊക്കെ വലിയ തോതിൽ അട്ടിമറിക്കപ്പെട്ടു. ഒരുപാട് ചോദ്യങ്ങൾ ചോർന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതിന് കോടതി വരെ കുട്ടികൾ പോയി നോക്കി. പക്ഷേ ആ കോടതി പോലും ആ കുട്ടികളുടെ രക്ഷയ്ക്കെത്താതെ ആ പരീക്ഷ അതേപോലെ നിലനിർത്തി. ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ പേരിൽ അന്ന് കോടതി ഒരു 5 മാർക്ക് കുട്ടികൾക്ക് കുറച്ച് കൊടുക്കുകയും ചെയ്തിട്ട് ആ പരീക്ഷ റദ്ദ് ചെയ്യണമെന്ന് രാജ്യം മുഴുവൻ ആവശ്യപ്പെട്ടിട്ട് പോലും അന്ന് ചെയ്തില്ല. അന്ന് നിന്നിട്ടൊരു കമ്മിറ്റിയെ വെച്ചു. ഇനി ഒരിക്കലും ഇത്തരത്തിൽ ഇവിടെ നടക്കരുതെന്ന് കോടതി പോലും പറഞ്ഞിട്ട് വലിയ കമ്മിറ്റിയൊക്കെ വെച്ച് വലിയ ആഘോഷപൂർവ്വം ഈ പരിപാടി നടത്തി. അതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചിട്ട് നടത്തിയ പരീക്ഷ 2025 ഇതുപോലെ ആക്ഷേപമുയർന്നു. ഇപ്പോൾ ഈ 2026 പരീക്ഷ നടത്തിയിട്ട് പുറത്ത് വന്ന ഉടനെ തന്നെ കേൾക്കുന്നത് ഏതാണ്ട് 600 മാർക്കിനുള്ളത്, ഏതാണ്ട് 120 ക്വസ്റ്റ്യൻസ്, ഏതാണ്ട് സെയിം ക്വസ്റ്റ്യൻ ഒരു 15 ദിവസം മുമ്പ് തന്നെ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള നിലയ്ക്ക് പുറത്തു പോയിരുന്നു അത്രേ. അങ്ങനെ രാജസ്ഥാനിലെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. 15 ദിവസം മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പുറത്ത് അവൈലബിൾ ആയിരുന്നു. അതേ ക്വസ്റ്റ്യൻസ് തന്നെ പരീക്ഷയ്ക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു വിചിത്ര സംഭവം കൂടി ഇനി ഉണ്ടായിട്ട് അതും കൂടെ പറയണമല്ലോ. ഈ അന്നേ ദിവസം എല്ലാ മെഡിക്കൽ കോളേജിലെയും കുട്ടികളെ ഞായറാഴ്ചയാണ്, മെഡിക്കൽ കോളേജിലെ കുട്ടികളാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള ആക്ഷേപത്തെ തുടർന്ന് ഒരു കുട്ടികൾക്കും ലീവ് കൊടുക്കരുത്, അന്നല്ല ഞായറാഴ്ച കൂടി കുട്ടികളെയെല്ലാം ക്ലാസ്സിലിരുത്തണമെന്ന് പറഞ്ഞ് എല്ലാ മെഡിക്കൽ കോളേജുകളും അന്ന് പ്രവൃത്തി ദിവസമായി കുട്ടികളെല്ലാം ക്ലാസ്സിലിരുത്തി. ഈ പരീക്ഷ തുടങ്ങി അവസാനിക്കുന്നവരെ ഈ കുട്ടികളെല്ലാം പിടിച്ചിരുത്തിയിട്ട് പോലും ഈ വർഷം 15 ദിവസം മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യനൊക്കെ പുറത്ത് അവൈലബിൾ ആയിരുന്നു. ഇതെല്ലാം വലിയൊരു കച്ചവടമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് വളരെ കൃത്യമാണ്. കാരണം ലക്ഷങ്ങളാണ് ഇതിൻ്റെ പുറകിൽ മറിയുന്ന വലിയൊരു ബിസിനസ്സാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നും 8-9 സംസ്ഥാനങ്ങളിൽ ഇത് ലീക്കായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. നമ്മുടെ കേരളത്തിനും അതിനൊരു മോശം പറയുന്നു. കേരളത്തിലെയും ഒരാൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഒരു പരീക്ഷ പോലും ഭംഗിയായി നടത്താൻ കഴിവില്ലാത്ത ഒരു ഏജൻസിയായി NTA മാറിയെങ്കിൽ എങ്ങനെയാണ് ഈ പരീക്ഷ വരും വർഷങ്ങളിൽ നടത്തിയിട്ട് വിശ്വാസ്യത അത് വീണ്ടെടുക്കാമെന്നറിയില്ല. കാരണം വളരെ വളരെ കഷ്ടപ്പെട്ട് നേടാവുന്ന ഒരു എക്സാമാണ് നീറ്റ് എക്സാം. നമുക്കറിയാം, ഡോക്ടറാവുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും ആഗ്രഹമാണ്. അതിൻ്റെ പുറകിൽ രക്ഷിതാക്കൾ വലിയ തുക മുടക്കി വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അതിൻ്റെ കോച്ചിങ് നടത്തുന്നത്. പലരും 1, 2, 3 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു അഡ്മിഷൻ കിട്ടുക. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഗവൺമെൻറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ചെറിയ തുകയ്ക്ക് ഫീസിന് പഠിക്കാൻ പറ്റുക. അതിൻ്റെ അപ്പുറത്തുള്ള ഈ കോളേജുകളിലെല്ലാം, പ്രൈവറ്റായ കോളേജുകളിലെല്ലാം പഠിക്കണമെങ്കിൽ ലക്ഷങ്ങളും കോടികളും ചിലവുള്ള ഒരു പഠനമാണ് മെഡിക്കൽ വിദ്യാഭ്യാസം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെ നമ്മുടെ ആതുര സേവന രംഗത്ത് വരും കാലങ്ങളിൽ ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ ചില്ലറയായിരിക്കില്ല. വലിയ പണച്ചെലവേറിയ ആരോഗ്യ ശുശ്രൂഷ രംഗമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള കപട നാടകങ്ങളാണ് ഈ നടക്കുന്നത്. ഏത് ക്വസ്റ്റ്യനും ഏത് പരീക്ഷയുടെ പേപ്പറും നമുക്ക് എളുപ്പത്തിൽ കിട്ടും നമ്മുടെ സംവിധാനത്തിൽ എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത് ഒരുപാട് ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞിട്ടും കോടതി കയറിയിട്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരെ ഇതിനിരുന്ന് ഉത്തരവ് പറഞ്ഞിട്ടും ദിവസങ്ങളോളം ഇരുന്നിട്ട് കേസ് വാദിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതെല്ലാം നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ നാട് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ വലിയ സങ്കടമുണ്ട് എന്ന് മാത്രം പറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ രക്ഷിതാക്കളെ ഓർത്ത് നമുക്ക് പരിതപിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.